ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ ലൈനിലും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് നമ്മൾ ഒറ്റ ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ലെയർ നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് എടുത്തിട്ടാണ് എല്ലാ ലൈൻസിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ താഴേന്ന് ഇങ്ങനെ എടുക്കുക. അതിൻ്റെ തൊട്ട് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെ എടുക്കുക. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. അടുത്ത് നമ്മൾ കുത്തുമ്പോൾ നമ്മൾ നേരത്തെ കുത്തിയെടുത്തില്ലേ, അതിൻ്റെ തൊട്ട് താഴേന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ഒരു പെറ്റലിൻ്റെ പാറ്റേണാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് തന്നെ നമ്മൾ 2 ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പെറ്റലിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഡേയ്സി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് അപ്പുറത്തെ ഒരു പോയിന്റിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ ത്രെഡ് നമ്മൾ ഇതുപോലെ നീഡിലിൻ്റെ താഴെ കൂടി എടുക്കുക. എന്നിട്ട് നമ്മൾ നീഡിൽ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ കുത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഡേയ്സി സ്റ്റിച്ചാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെയിം ത്രെഡ് തന്നെ നമ്മൾ താഴെ കൂടി എടുക്കണം. അതായത് നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത ഒരു പോയിൻ്റല്ലേ, അതിലൂടെ തന്നെ നമ്മൾ താഴേന്ന് മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിലൂടെ എടുക്കുക. അതായത് ആദ്യം നമ്മൾ ഈ റൈറ്റ് സൈഡിലൂടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് നടുവിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് വീണ്ടും നടുവിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിത് താഴോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുന്നുണ്ട്, ഗ്യാപ്പ് വരാത്ത രീതിയിൽ. അതിനുശേഷം നമ്മൾ വീണ്ടും വലത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ വീണ്ടും എടുത്ത് താഴെ കൂടെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. വീണ്ടും നമ്മൾ സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് അതിനുശേഷം നമ്മൾ പിന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും നടുവിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്.
ഇപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ലേസ് സ്റ്റിച്ച് വെച്ചിട്ട് മാത്രം അത് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഈ പെറ്റലിൻ്റെ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ മാറി മാറി നമ്മൾ ചെയ്തിരിക്കുകയാണ്.